ഒരു തിയറാണ് കോർഡിനേറ്റ്സ് റിലേറ്റീവ് ടു ആൻ ഓർത്തോനോർമൽ ബേസിസ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. സപ്പോസ് ബി ഈസ് ഈക്വൽ ടു ബി എന്ന് പറയുന്നത് ഒരു ഓർത്തോനോർമൽ ബേസിസ് ഫോർ ആർ എൻ ആണ്. ആർ എൻ്റെ ബേസിസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എലിമെൻറ്റ്സ് W1 W2 എക്സെട്ര WN ആണ്. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്ന ബി എന്ന് പറയുന്നത് എന്താണ്? ഓർത്തോഗണലുമാണ്, നോമ 1 ആണ്. അപ്പോൾ ഓർത്തോനോർമലിൻ്റെ ഡെഫിനിഷൻ ഓർമ്മ വേണം. ഓർത്തോനോർമൽ ബേസിസ് ഫോർ ആർ എൻ. അങ്ങനെയാണെങ്കിൽ യു എന്ന് പറയുന്നത് ആർ എന്നിലുള്ള ഒരു എലിമെൻ്റ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആർ എന്നിലുള്ള ഒരു എലിമെൻ്റ് എടുത്താൽ അതിനെ ഈ രീതിയിൽ എഴുതാൻ പറ്റുമെന്നാണ് തിയറം പറയുന്നത്. ആർ എന്നിലുള്ള ഒരു യു എടുത്താൽ യുവിനെ എങ്ങനെ എഴുതാം? യു ഡോട്ട് W1 ഇൻറ്റു W1 പ്ലസ് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ വിത്ത് ഈ രീതിയിൽ എഴുതാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. നമ്മൾ കുറച്ച് സ്കെയിലേഴ്സ് എടുത്തു, K1 K2 എക്സെട്ര Kn. അങ്ങനെയാണെങ്കിൽ യുവിനെ എങ്ങനെ എഴുതാം? ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാം. K1 W1 പ്ലസ് K2 W2 പ്ലസ് എക്സെട്ര പ്ലസ് Kn Wn. എന്നിട്ട് ഈ കിട്ടിയതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഫൈനലി നമ്മൾ ഇതിലേക്കാണ് K1ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ യുവിനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം. പക്ഷേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് യുവിനെ ഈ രീതിയിൽ എഴുതാമെന്നാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാണ്? യു ഡോട്ട് WI എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. യു ഡോട്ട് WI എന്താണെന്ന്. ഓക്കെ, നോക്കുക. യു എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ എഴുതിയത് പ്രകാരം K1 W1 പ്ലസ് എക്സെട്ര പ്ലസ് Kn Wn ആണ്. ഡോട്ട് WI എഴുതി. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? ഓരോന്നിനും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. K1 അവിടെ വെച്ച് W1 ഡോട്ട് WI. K1 സ്കെയിലറാണ്, ഡോട്ട് പ്രോഡക്റ്റ് വെക്റ്റേഴ്സ് തമ്മിലല്ലേ എടുക്കുക. അപ്പോൾ W1 ഡോട്ട് WI പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് Kn പുറത്തുണ്ടാവും, പിന്നെ WN ഡോട്ട് WI ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരു എലമെൻ്റ് ഉണ്ടാവും, ith ടേം എങ്ങനെ ഉണ്ടാവുക? ഒരു KI ഇൻറ്റു WI ഡോട്ട് WI. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞത് പ്രകാരം ഐയും ജെയും ഈക്വൽ അല്ലാത്ത എല്ലാത്തിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഐയും ജെയും ഈക്വൽ ആവുന്നത് മാത്രമേ അവിടെ 1 ആയിട്ട് വരുള്ളൂ. ഓക്കെ, അപ്പോൾ എയും ജെയും ഈക്വൽ ആവുന്നത് ഇത് 1ഉം ഇത് ഐയും ആണ്. അപ്പോൾ അതൊക്കെ 0 ആയിപ്പോൾ. ഏത് മാത്രമേ ഈക്വൽ ആവുള്ളൂ? I ഡോട്ട് I മാത്രമേ 1 ആവുള്ളൂ. അപ്പോൾ WI ഡോട്ട് WI 1 ആവും. 1 ഇൻറ്റു KI ഒരു KI ഉണ്ടാവും. ബാക്കി എല്ലാത്തിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. അപ്പോൾ ഫൈനലി നമ്മളിത് സോൾവ് ചെയ്താൽ എന്ത് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ? ഒരു KI മാത്രം. ഇപ്പോൾ കിട്ടിയത് യു ഡോട്ട് WI ഈസ് ഈക്വൽ ടു KI എന്നാണ്. അതിൻ്റെ ആ എല്ലാം 0 ആവാനുള്ള റീസണാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ യു ഡോട്ട് WI ഈക്വൽ ടു KI എന്നുള്ളത് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ K1ന് എന്ത് കൊടുക്കാൻ നേരം? യു ഡോട്ട് W1. കാരണം യു ഡോട്ട് WI എന്ന് പറഞ്ഞാൽ KI ആണ്. ഓക്കെ, യു ഡോട്ട് WI ഈക്വൽ ടു KI. അപ്പോൾ യു ഡോട്ട് W1 എന്ന് പറഞ്ഞാൽ K1, യു ഡോട്ട് W2 എന്ന് പറഞ്ഞാൽ K2. അപ്പോൾ K1ന് കൊടുത്തു, K2ന് കൊടുത്തു, എക്സെട്ര Knന് വരെ കൊടുക്കുക. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു യു കിട്ടുമെന്നല്ലേ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് P ഈസ് ഈക്വൽ ടു W1 W2 W3 വേർ W1 എന്ന് പറഞ്ഞാൽ എന്താണ്, W2 എന്ന് പറഞ്ഞാൽ എന്താണ്, W3 എന്ന് പറഞ്ഞാൽ എന്താണ് തന്നിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? B എന്നൊരു സെറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. W1 W2 W3 എന്ന 3 എലമെൻറ്റ്സ് ഉണ്ട്. അത് 3 എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ആ സെറ്റ്, അതായത് B എന്ന് പറയുന്നത് എന്താണെന്ന് പ്രൂവ് ചെയ്യണം. ഇറ്റ്സ് ആൻ ഓർത്തോനോർമൽ ബേസിസ് ഫോർ R3. ആ B എന്ന് പറയുന്നത് R3യുടെ ഒരു ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെക്റ്റർ U3 - 2 9 റിലേറ്റീവ് ടു ദ ഓർത്തോനോർമൽ ബേസിസ് B. അപ്പോൾ ഈ ഒരു എലമെൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്ന് കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം ഓർത്തോനോർമൽ ബേസിസ് ആണെന്ന് കിട്ടണമെങ്കിൽ അതൊരു ബേസിസ് ആണെന്ന് കിട്ടണം, വേണ്ടേ? എന്നിട്ട് ബേസിസ് ആവണമെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം, സ്പാൻ ആയിരിക്കണം. അതിനുശേഷം ഓർത്തോനോർമൽ എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഓരോന്നും, അതായത് W1 ഡോട്ട് W2 W1 ഡോട്ട് W3 പിന്നെ W2 ഡോട്ട് W3, അതായത് സെയിം അല്ലാത്ത, അതിൻ്റെ ഇൻഡെക്സ് സെയിം അല്ലാത്ത എല്ലാത്തിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്ന് കിട്ടണം. പിന്നെ അതിൻ്റെ നോമ് 1 ആണെന്ന് കിട്ടണം. ഓർത്തോഗണലിൻ്റെ കണ്ടീഷൻ ഡോട്ട് പ്രോഡക്റ്റ് 0. ഓർത്തോനോർമൽ ആവണമെങ്കിൽ നോമ് 1 ആണെന്ന് കിട്ടണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും കിട്ടിയാൽ നമുക്ക് ഓർത്തോനോർമൽ എന്ന് പറയാം. പിന്നെ എന്ത് കാണിക്കണം? അതിൻ്റെ കോർഡിനേറ്റ്സ് ഒന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം. അപ്പോൾ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? B എന്ന് പറയുന്ന സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്, W1 W2 W3. അപ്പം നമ്മൾ 3 സ്കെയിലേഴ്സ് എടുത്തു, എയും ബിയും സിയും.
മറ്റേ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് കിട്ടി. ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 എന്ന് എടുത്താൽ എയും ബിയും സിയും 0 ആണെന്ന് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ ഇൻറ്റു W1 നമുക്ക് തന്നിട്ടില്ലേ ക്വസ്റ്റിൽ, ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. W2ൻ്റെ വാല്യൂ കൊടുത്തു, W3ൻ്റെ വാല്യൂ കൊടുത്തു. ഈക്വൽ ടു 0 ആണ്, അത് R3യിലായതുകൊണ്ട് 0 0 0 എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും ഇങ്ങനെ, ശരിയല്ലേ? ആ 3 ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതൊന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ സൊല്യൂഷൻ കിട്ടുന്നുണ്ട് ഇവിടെ. ഇതാണ് നിങ്ങളുടെ 3 ഇക്വേഷൻ. ഇത് 3 ആഡ് ചെയ്താൽ എന്താ വരിക? ആദ്യം എയുടെ ടേംസ് നോക്കുക. a/√3 പ്ലസ് a/√3 പ്ലസ് a/√3 എന്ന് പറഞ്ഞാൽ 3a/√3 എന്ന് വരും. a/√3നെ 3 ടൈംസ് ആഡ് ചെയ്താൽ എല്ലാം പോസിറ്റീവ് അല്ലേ, അപ്പോൾ 3a/√3 എന്ന് വരും. പ്ലസ് ബിയുടെ ടേംസ് ആഡ് ചെയ്താൽ എന്താ വരിക? ഇവിടെയുള്ളത് -2b/√6, ഇത് പ്ലസ് b/√6 പ്ലസ് b/√6. അപ്പോൾ ഇത് രണ്ടും പോസിറ്റീവാണ്. ഇത് ആഡ് ചെയ്താൽ പോസിറ്റീവ് 2b/√6 എന്ന് വരും. ഇത് -2b/√6. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകില്ലേ എന്ന് പറഞ്ഞാൽ ബിയുടെ ടേം ഇല്ല, 0. അതേപോലെ സിയുടെ ടേം ഫസ്റ്റിലില്ല, സെക്കൻഡിലുള്ളത് പോസിറ്റീവ് മൈനസ്, അതായത് c/√2 മൈനസ് c/√2, അതും 0 ആയിപ്പോകും. അപ്പോൾ 3 ഇക്വേഷൻ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് എയുടെ ടേംസ് മാത്രമായിട്ട് കിട്ടും. അതായത് 3a/√3 ഈക്വൽ ടു 0 ഓർ 3a ഈക്വൽ ടു 0 ഓർ എ ഈക്വൽ ടു എന്താ വരിക? 0. എയുടെ വാല്യൂ 0 ആണെന്നുള്ളത് ഒന്നാമത്തെ ഇക്വേഷനിൽ കൊടുത്ത് നോക്കിയേ. അപ്പോൾ എന്താ വരിക? എ 0 ആണെങ്കിൽ 0 മൈനസ് 2b/√6 ഈക്വൽ ടു 0 എന്ന് വരും. എന്ന് പറഞ്ഞാൽ 2b/√6 ഈക്വൽ ടു 0 ഓർ 2b ഈക്വൽ ടു 0 ഓർ ലാസ്റ്റ് ഫൈനലി b ഈക്വൽ ടു 0 വരും. എയും ബിയും 0 ആണെന്നുള്ളതിലേക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും c is equal to 0 എന്ന് വരും. അപ്പോൾ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ എഴുതി സോൾവ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? എ 0 ആണ്, ബി 0 ആണ്, സി 0 ആണെന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന സെറ്റ് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് ഓഫ് R3 ആണ്. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്ത് പറയണം? സ്പാൻ ആണെന്ന് പറയണം. അപ്പം നമ്മൾ ഒരു ആർബിട്രറി ഒരു എക്സ് എടുത്തു, x1 x2 x3 ഒരു എലമെൻറ്റ് R3യിൽ എടുത്തു. എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? എക്സിനെ ഈ W1 W2 W3ൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി. പക്ഷേ ഇവിടുന്ന് എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴല്ലേ സ്പാൻ ഓഫ് ബി ഈക്വൽ ടു R3 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എലമെൻ്റ് എടുത്തു, W1 W2 W3ൻ്റെ ലീനിയർ കോമ്പിനേഷനാക്കി എഴുതി. അപ്പോൾ എ എന്താണ്, ബി എന്താണ്, സി എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യും. ആദ്യത്തെ ഇക്വേഷൻ എന്താ വരിക? a/√3 മൈനസ് 2b/√6 പ്ലസ് സി ഇൻറ്റു 0, അപ്പോൾ 0 ഇപ്പോൾ പ്ലസ് 0 ഈക്വൽ ടു x1 എന്ന് വരും. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ആദ്യത്തെ ഒരു ഇക്വേഷൻ വന്നു, രണ്ടാമത്തെ ഒരു ഇക്വേഷൻ, മൂന്നാമത്തെ ഒരു ഇക്വേഷൻ. ഇത് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്പാൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു R3 എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെയുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ 0 0 ആയിട്ടല്ല ഇക്വേറ്റ് ചെയ്യുക, ഒരു വെക്ടറായിട്ടാണ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 3 ഇക്വേഷൻ കിട്ടും. ആദ്യത്തെ ഇക്വേഷൻ x1 ഈക്വൽ ടു x1, രണ്ടാമത്തെ ഇക്വേഷൻ ഈക്വൽ ടു x2, മൂന്നാമത്തെ ഇക്വേഷൻ ഈക്വൽ ടു x3. അങ്ങനെ 3 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ 3 ഇക്വേഷൻ ആഡ് ചെയ്യാം. അപ്പോൾ 3a/√3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x1 പ്ലസ് റൈറ്റ് സൈഡിൽ x1 പ്ലസ് x2 പ്ലസ് x3 എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് a ഈക്വൽ ടു എന്താണെന്ന് എഴുതാൻ പറ്റൂലേ? ഈ √3 ആദ്യം 3a/√3 ഈക്വൽ ടു ദിസ്. അപ്പോൾ 3a ഈസ് ഈക്വൽ ടു എന്താ വരിക? x1 പ്ലസ് x2 പ്ലസ് x3 ഇൻറ്റു √3 എന്ന് വരും. ആ ഇക്വേഷൻ ഇങ്ങനെയല്ലേ കിട്ടിയത്? 3a/√3 ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3. അപ്പോൾ 3a ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? x1 പ്ലസ് x2 പ്ലസ് x3 ഇൻറ്റു √3 എന്ന് വരും. ഡിനോമിനേറ്ററിലെ √3 റൈറ്റ് സൈഡിലേക്ക് എടുത്ത് ഇനി 3യും കൂടി എടുക്കുക. അപ്പോൾ a ഈസ് ഈക്വൽ ടു എന്താ വരിക? x1 പ്ലസ് x2 പ്ലസ് x3 ഇൻറ്റു √3 ഡിവൈഡഡ് ബൈ 3 എന്ന് വരും. ആൻഡ് √3യും അതായത് 3 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 3നെ എങ്ങനെ എഴുതാം? √3 ഇൻറ്റു √3 എന്ന് എഴുതി കൂടെ. √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. എന്നിട്ട് ഒരു √3 ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എയുടെ വാല്യൂ എന്താ വരിക? ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ √3 എന്ന് വരും. അതാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. എ ഈസ് ഈക്വൽ ടു x1 പ്ലസ് x2 പ്ലസ് x3 ബൈ √3. ഓക്കെ, ഈ കിട്ടിയ എയുടെ വാല്യൂ നിങ്ങൾ ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ബിക്ക് നമുക്കൊരു വാല്യൂ കിട്ടും.
അത് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? -2x1 + x2 + x3/√6. സിമ്പിളാണ്, കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിക്കും. ഈ എയുടെയും ബിയുടെയും വാല്യൂ നമ്മൾ അപ്പോൾ സെക്കൻഡ് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് സിക്ക് ഒരു വാല്യൂ കിട്ടും. എന്താണ്? x2 - x3/2. ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഇങ്ങനെ ഒരു ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതിയാൽ അതിനൊരു എ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്പാൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു R3 എന്ന് പറയാം. അപ്പോൾ എന്താ എഴുതിയത്? സ്പാൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു R3. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? ബി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സ്പാൻ എന്ന് പറയുന്നത് സ്പാൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു R3 ആണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് ബേസിസ് ആണെന്ന് കിട്ടി. ഇനി ഓർത്തോ നോർമൽ ആവാനുള്ള കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. ഓർത്തോ നോർമൽ എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ ആയിരിക്കണം, നോം 1 ആയിരിക്കണം. ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0. അപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബി എന്ന് പറയുന്ന സെറ്റ് ചെയ്താണ് W1 W2 W3. അപ്പോൾ ഇത് ഓർത്തോഗണൽ ആവണമെങ്കിൽ W1 ഡോട്ട് W2 0 ആയിരിക്കണം. അതേപോലെ W2 ഡോട്ട് W3 0 ആയിരിക്കണം. പിന്നെ വരിക W1 ഡോട്ട് W3 = 0. ബാക്കി അതായത് W1 ഡോട്ട് W1 എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട. അതായത് സെയിം ആയിട്ടുള്ളത് ചെയ്യേണ്ട. ഇൻഡെക്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ളതിൻ്റെ എല്ലാ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്നും പിന്നെ ഓരോന്നിൻ്റെയും നോം W1ൻ്റെ നോം 1 ആണ്, നോം W2 1 ആണ്, നോം W3 1 ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് ഓർത്തോഗണലിൻ്റെ കണ്ടീഷനായി, ഇത് ഓർത്തോ നോർമലിൻ്റെ കണ്ടീഷനായി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഓരോന്നിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. W1 ഡോട്ട് W2. W1 നിങ്ങൾക്ക് ക്വസ്റ്റിൽ തന്നതല്ലേ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ അറിയാലോ, നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്താൽ ഇതിൻ്റെ ആൻസർ 0 ആണ് വരുന്നത്. ഈ W1 ഡോട്ട് W3 ചെയ്ത് നോക്കുക, അതും 0 ആണ് വരുന്നത്. W2 ഡോട്ട് W3യും 0 ആണ് വരുന്നത്. അതേപോലെ ഓരോന്നിൻ്റെയും നോം കാൽക്കുലേറ്റ് ചെയ്യുക. നോം കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നോം ഓഫ് W1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് W1ൻ്റെ എലമെൻസിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ്. 1 ആണ് മൂന്നിൻ്റെയും നോം വരുന്നത്. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഓർത്തോഗണലുമാണ്, അതിൻ്റെ എല്ലാം യൂണിറ്റ് വെക്ടേഴ്സ്, അതായത് നോം 1 ആണ്. അതുകൊണ്ട് ഓർത്തോ നോർമൽ ബേസിസ് ആണെന്ന് കിട്ടി. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. അതിൻ്റെ കൂടെ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കൊരു വെക്ടർ യു തന്നിട്ടുണ്ട്, 3 - 2 9. അപ്പോൾ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിൻ്റെ കോർഡിനേറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ യു ഡോട്ട് W1 എടുക്കുക. ഇതാണ് യു, ഇതാണ് യു ഡോട്ട് W1 കണ്ടാൽ നിങ്ങൾക്ക് ഡോട്ട് പ്രോഡക്റ്റ് കാണാൻ അറിയില്ലേ? അപ്പോൾ എന്താ വരുന്നത്? 10/√3. അതേപോലെ യു ഡോട്ട് W2 കണ്ടുപിടിച്ചാൽ 1/√6. യു ഡോട്ട് W3 -11/√2. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ആരൊരാൾ 100 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ പടച്ച തമ്പുരാൻ ഇദാ കാന യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ യഖൂലു ലഹു റബ്ബ് അവനോട് പറയുമത്രേ, ഉദ്ഖുൽ യാ അബ്ദീ അലാ യമീനിക അൽ ജന്ന, നിന്റെ വലത് ഭാഗത്തോടി നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചോ എന്ന് അല്ലാഹു പറയുമെന്ന്. നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കുക, ഗ്രാം സ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്, മനസ്സിലാക്കിയാൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് ആ ഒരു ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നോക്കുക എന്താണ് ഗ്രാം സ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, ദ പ്രൊസീജിയർ ഗ്രാം സ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് ഈസ് എ എന്താണ് സ്ട്രെയിറ്റ് ഫോർവേഡ് അൽഗോരിതം for generating an orthogonal basis b dash elements എന്താണ് v1 v2 etc vn from any given basis b u1 u2 etc un for rn. We then produce an orthonormal basis b double dash w1 w2 etc wn by normalizing the vectors in the orthogonal basis b dash. ഗ്രാം സ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്, നിങ്ങൾക്കൊരു ബേസിസ് തന്നിട്ടുണ്ട്, ഒരു വെക്റ്റർ സ്പേസ്, ഒരു RN വെക്റ്റർ സ്പേസ്. ആ RNൻ്റെ ഒരു ബേസിസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ബിയിലുള്ള എലമെൻറ്റ്സ് ഇതൊക്കെയാണ് u1 u2 etc un. ഈ വെക്റ്റേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങളതിൻ്റെ
എന്താണ് ഒരു ഓർത്തോഗണൽ ബേസിസ്. ഇത് സാധാരണ ഒരു ബേസിസ് ആണ്. ഈ ബേസിസ് വെച്ചിട്ട് ഒരു ഓർത്തോഗണൽ ബേസിസ് നമ്മൾ കണ്ടുപിടിക്കും. ആ ഓർത്തോഗണൽ ബേസിസിനെ നമ്മൾ ബി ഡാഷ് എന്നാണ് പറയുക. ബി ഡാഷിലുള്ള എലമെൻറ്റ്സ് എങ്ങനെയാണ് വി1 വി2 എക്സെട്രാ വി. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്രാം-സ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അപ്പോൾ നിങ്ങൾക്കൊരു ബേസിസ് കിട്ടി. ആ ബേസിസിൽ നിന്നാണ് നിങ്ങൾ ഓർത്തോഗണൽ ബേസിസ് ആക്കിയത്. ഈ ഓർത്തോഗണൽ ബേസിസിനെ വേണമെങ്കിൽ ഓർത്തോ നോർമൽ ബേസിസ് ആക്കുകയും ചെയ്യാം. ആ എലമെൻറ്റ്സിനെ നമ്മൾ W1 W2 എക്സെട്രാ WN എന്ന് പറയും. അപ്പോൾ അതൊന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്രൊസീജിയർ ഒന്ന് നോക്കാം. ഒരു R2 ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. Rnൻ്റെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഒരു R2 ആണ് തന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഓർത്തോഗണൽ ബേസിസ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബേസിസ് തന്നിട്ടുണ്ട്. R2ൻ്റെ ഒരു ബേസിസാണ് U1 U2 എന്ന ബി. എന്താണ് ബി എ ഗിവൺ ബേസിസ് ഫോർ R2. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് ഈ ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഓർത്തോഗണൽ ബേസിസ് നിങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യും. അതിന് 2 സ്റ്റെപ്പാണുള്ളത്. R2 ആണെങ്കിൽ 2 സ്റ്റെപ്പാണ് ഉണ്ടാവുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ചൂസ് വൺ ഓഫ് ദ വെക്ടേഴ്സ് ഇൻ ബി. അതിൽ ഈ തന്നിരിക്കുന്ന ബിയിലുള്ള ഏതെങ്കിലും ഒന്ന് നമ്മൾ V1 ആയിട്ട് ചൂസ് ചെയ്യും. U1 ആണ് ഇവിടെ എന്തായിട്ട് ചൂസ് ചെയ്യുന്നത്? V1 ആയിട്ട്. നമ്മൾ U1 ചൂസ് ചെയ്തു. അതിന് എന്ത് പേര് കൊടുത്തു? മാറ്റി കൊടുക്കുക. പേര് എന്താണ്? V1. ഇനി നമുക്ക് ഇതിലുള്ള V2 അല്ലേ. അപ്പോൾ V1 ഇവിടെ കിട്ടിക്കഴിഞ്ഞു. V1 ഏതായിട്ടാണ് ചൂസ് ചെയ്തത്? തന്നിരിക്കുന്ന ബേസിസിലുള്ള ഫസ്റ്റ് എലമെൻറ്റ്. ഇനി V2 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഈ ഫോമുല യൂസ് ചെയ്തുകൊണ്ട് V2 കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ബി ഡാഷ് എന്ന മറ്റൊരു ബേസിസ് കിട്ടും. അത് ഓർത്തോഗണലാണ് V1 V2. ഓക്കെ, ഇനി ഈ ഓർത്തോഗണൽ ബേസിസിനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം? ഓർത്തോ നോർമൽ ആക്കാം. അതിന് W1 എന്ന് പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി? W1 അത് യൂണിറ്റ് വെക്ടേഴ്സ് കണ്ടിട്ട് എഴുതിയാൽ പോരെ. യൂണിറ്റ് വെക്ടേഴ്സ് എങ്ങനെ കാണാം? V1ൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ V1 ബൈ നോം V1 കാണാം. ഇനി W2 എന്താ എഴുതാം? V2 ബൈ നോം V2. അപ്പോൾ ഈ കിട്ടിയ 2 വെക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ബി ഡബിൾ ഡാഷ്. അത് ഓർത്തോ നോർമൽ ആയിരിക്കും. അപ്പോൾ ബി ഒരു സാധാരണ ബേസിസ്, ബി ഡാഷ് ഒരു ഓർത്തോഗണൽ ബേസിസ്, ബി ഡബിൾ ഡാഷ് ഒരു ഓർത്തോ നോർമൽ ബേസിസ്. ഇനി R3 ആണ് നിങ്ങളെ ക്വസ്റ്റിൽ തന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ അതിൻ്റെ ബേസിസ് കൺസ്ട്രക്ട് ചെയ്യുക. അതിന് 3 സ്റ്റെപ്പ് ഉണ്ടാവും. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ബേസിസില്ലേ, ആ ബേസിസിലുള്ള ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ V1 ആയിട്ട് ചൂസ് ചെയ്യും. പിന്നെ V2 ആൻഡ് V3 ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? V1 V2 V3 കിട്ടും. അപ്പോൾ ബി ഡാഷ് അല്ല എഴുതിയത്. ബി ഡബിൾ ഡാഷ് എങ്ങനെ എഴുതാം? ഇത് ഓരോന്നിൻ്റെ യൂണിറ്റ് വെക്ടർ കണ്ടിട്ട് നമുക്കതിൻ്റെ നോർമൽ ബേസിസ് വേണമെങ്കിൽ, അതായത് ഓർത്തോ നോർമൽ ബേസിസ് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഗ്രാം-സ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ബേസിസിനെ നിങ്ങൾ ഓർത്തോഗണലാക്കുക, എന്നിട്ട് അതിനെ ഓർത്തോ നോർമലാക്കുക. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ, ആ ഒരു പ്രൊസീജിയർ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങളതിൻ്റെ പ്രോബ്ലംസ് നോക്കുക. നിങ്ങൾക്കൊരു ബേസിസ് തന്നിട്ടുണ്ട്. R2ൻ്റെ ബേസിസാണ്. എന്തൊക്കെ എലമെൻറ്റ്സ് ഉള്ളത്? -3 to -1 1. ഇത് ബേസിസ് ഫോർ R2 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഓർത്തോ നോർമൽ ബേസിസ് ആയിട്ട് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. ഓർത്തോ നോർമൽ ആക്കണമെങ്കിൽ ആദ്യം ഈ ബീനെ ഓർത്തോഗണൽ ആക്കണം എന്ന് പറഞ്ഞാൽ ബി ഡാഷ്. അതിന് ശേഷം എഴുതണം ബി ഡബിൾ ഡാഷ്. ബി ഡബിൾ ഡാഷ് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓർത്തോ നോർമൽ ബേസിസ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന U1 എഴുതുക, U2 എഴുതുക. U1 ഫസ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് എലമെൻറ്റ് U2. അപ്പോൾ ഇത് R2ലേതായതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മളിതിലുള്ള U1നെ V1 ആയിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ ചൂസ് V1 ഈക്വൽ ടു U1. U1 എന്ന് പറഞ്ഞാൽ എന്താണ്? -3 2. ഓക്കെ അല്ലേ? എന്നിട്ട് V2 കാൽക്കുലേറ്റ് ചെയ്യണം. V2 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾ ഓർത്ത് വയ്ക്കണം. U2 മൈനസ് U2 ഡോട്ട് V1 ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1. ഓക്കെ, അപ്പോൾ U2 V1ഉം എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോൾ എല്ലാ വാല്യൂസ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. U2 എന്താണ്? U2 എന്ന് പറയുന്നത് -1 -1 മൈനസ് U2 ഡോട്ട് V1. U2 ഡോട്ട് V1 എന്താണ്? V1 നമ്മളിവിടെ ചൂസ് ചെയ്ത് വെച്ചിട്ടില്ലേ അത്. അപ്പോൾ എല്ലാത്തിൻ്റെയും വാല്യൂ കൊടുത്തിട്ട് സിംപ്ലിഫൈ ചെയ്യാം. ആ V2 കാൽക്കുലേറ്റ് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? V1 ചൂസ് ചെയ്തു. അതിനുശേഷം V2ൻ്റെ ഫോമുല എഴുതി. എന്താണ്? U2 മൈനസ് U2 ഡോട്ട് V1 ബൈ V1 ഡോട്ട് V1 ഇൻറ്റു V1 അതല്ലേ. എന്നിട്ട് അതിൻ്റെ വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഡോട്ട് പ്രോഡക്റ്റ് സോൾവ് ചെയ്യാം. മൈനസ് അതങ്ങനെ തന്നെ വെച്ചു. ഇനി ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് എന്താ വരിക? അതായത് I ഡോട്ട് ഐയുടെ ടേമും J ഡോട്ട് Jയുടെ ടേമും ഉണ്ടാവുള്ളൂ. -1 ഇൻറ്റു -3 എന്താ വരിക? 3 എന്ന് വരും.
പ്ലസ് -1 ഇൻറ്റു 2 എന്താ വരിക -2 ഡിവൈഡഡ് ബൈ -3 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ 9 ആണ്. +2 ഇൻറ്റു 2 4. പിന്നെ അപ്പുറത്തെ സൈഡിൽ എന്തുണ്ട്, ഒരു -3 2 ഉണ്ട്, ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു -1 -1. ഇതെന്താ ഇപ്പോൾ വരിക? 3 - 2 1/13 വരും. ഇൻറ്റു എന്തുണ്ട്, -3 2. അപ്പോൾ ഇത് സോൾവ് ചെയ്യാം. -1 -1 മൈനസ് ഇതിനുള്ളിലേക്ക് എടുത്താൽ അതിന് ഓർഡേർഡ് പെയറായിട്ട് എഴുതാം. -3/13 ഉണ്ട്, 2/13 ഉണ്ട്. ഇപ്പോൾ രണ്ട് ഓർഡേർഡ് പെയറായി. സബ്സ്ട്രാക്ട് ചെയ്താൽ എന്താ വരിക? -1 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, +3/13. ഇവിടെയാണെങ്കിലോ -1 -2/13. അപ്പോൾ ഇങ്ങനെയല്ലേ കിട്ടിയത്. എന്തിനൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ വരിക? -13 + 3/13. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -13 -2/13 വരും. സിംപ്ലിഫൈ ചെയ്താൽ -13 ഇതെന്താ വരിക? -10/13. ഇതാണെങ്കിൽ -15/13 വരും. അപ്പം നമുക്ക് കിട്ടിയത് എന്താണ്? ഇതാണ് V2. അപ്പം നമുക്ക് ഏത് എഴുതാം? B'. B തന്നിട്ട് നമ്മൾ B' എഴുതി. B' എലമെൻറ്റ്സ് എന്താണ്? V1 V2. V1 എന്താ അതിന് കിട്ടിയത്? നമ്മൾ ചൂസ് ചെയ്തതാണ് -3 2. V2 ഇപ്പോൾ കിട്ടിയത് എന്താണ്? -10/13 ആൻഡ് -15/13. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓർത്തോഗണൽ ബേസിസ്. ഇനി ഇത് വെച്ചിട്ട് അതിൻ്റെ ഓർത്തോ നോർമൽ ബേസിസ് B' എഴുതണം. രണ്ട് എലമെൻറ്റ്സ് ആയതുകൊണ്ട് W1 W2 ആണ് ഉണ്ടാവുക. അതിലൂടെ W1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1/നോം V1, അതിൻ്റെ യൂണിറ്റ് വെക്ടർ എന്താ വരിക? V1 എന്ന് പറഞ്ഞാൽ -3 2 ഡിവൈഡഡ് ബൈ നോം V1 എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് ഇതിൻ്റെ സ്ക്വയറിൻ്റെ സം -3ൻ്റെ സ്ക്വയർ പ്ലസ് ആവും, +2 സ്ക്വയർ. അപ്പോൾ ഇതെന്താ വരിക? -3 2 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 9 + 4 അല്ലേ? അപ്പോൾ എന്താ വരിക? 13 വരും. അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഇപ്പോൾ കിട്ടിയത് എന്താണ്? -3 2 13 ആണ്. അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? -3/√13 2/√13 എന്ന് എഴുതാം. ഇതാണ് W1. ഇനി W2 എങ്ങനെ എഴുതാം? W2 ഈസ് ഈക്വൽ ടു V2/നോം V2, വിച്ച് ഈസ് ഈക്വൽ ടു V2 എന്തായിരുന്നു? -10/13 -15/13 ഡിവൈഡഡ് ബൈ നോം V2 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ്. അപ്പോൾ എന്താ വരിക? ഡയറക്റ്റ് സ്ക്വയർ ചെയ്തിട്ട് എഴുതാണ്. അപ്പോൾ 10 സ്ക്വയർ ഈസ് 100. അതല്ല അങ്ങനെ തന്നെ എഴുതിയാലും കുഴപ്പമില്ല. ഇതിൽ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റ് √13 ടേംസിൽ എഴുതി. അപ്പോൾ സ്ക്വയർ ചെയ്യണമെന്നില്ല, അങ്ങനെ തന്നെ ചെയ്യുക. 10ൻ്റെ സ്ക്വയർ, കാരണം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ റൂട്ട് ഓഫ് നോം V2 എന്താ വരിക? 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 13 സ്ക്വയർ പ്ലസ് എന്തുണ്ടാവും? -15 സ്ക്വയർ ആണ്, അതിനെ 15 സ്ക്വയർ ബൈ 13 സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, എന്നിട്ട് ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ ഇതിൽ ന്യൂമറേറ്റർ അങ്ങനെ തന്നെ വയ്ക്കുക. ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ ഇത് 13 സ്ക്വയർ, രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ 13 സ്ക്വയർ ആയതുകൊണ്ട് 13 സ്ക്വയർ അങ്ങനെ വെച്ചിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യാം. അപ്പോൾ അതിനെങ്ങനെ എഴുതിക്കൂടെ? ഓക്കെ, അതിനുശേഷം ഇതിങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ അറിയാവുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് ചെയ്യാം. ഞാൻ പിന്നെ ആർക്കെങ്കിലും ക്ലിയർ ആവത്തേണ്ടിച്ചിട്ട് ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെന്താ വരിക? ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 10 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ഡിവൈഡഡ് ബൈ √13. ഇതിനെ നമുക്ക് തിരിച്ച് റെസിപ്രോക്കൽ എടുത്താൽ 13 സ്ക്വയർ ആണ്, √13 സ്ക്വയർ. അപ്പോൾ സ്ക്വയറും സ്ക്വയർ റൂട്ടും വന്നുകൊണ്ട് ഇത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്തേ ഉണ്ടാവുള്ളൂ? 13 ഉണ്ടാവുള്ളൂ ഡിനോമിനേറ്ററിൽ. ന്യൂമറേറ്ററിൽ ഇത് 13 ഉണ്ടാവുള്ളൂ. അത് നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ അപ്പുറത്തേക്ക് വരുമ്പോൾ 13 ആവും. 13 ഡിവൈഡഡ് ബൈ എന്തുള്ളത്? √10 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ഉണ്ട്. പിന്നെ എവിടെയുള്ളത്? -10/13 -15/13. ഈ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതിൽ കൺഫ്യൂഷനൊന്നുമില്ലല്ലോ. ഇങ്ങനെയാണുള്ളത്. A/,
ഒരു C/D. ഇതിനെ വേണേൽ നമുക്ക് എങ്ങനെ എഴുതാം? A/1 ഡിവൈഡഡ് ബൈ C/D. അപ്പം തന്നെ നമുക്ക് A/1 ഇൻറ്റു D/C എന്ന് എഴുതാം. അതാണ് ഇവിടെ ചെയ്തത്. ഓക്കെ, എന്നിട്ട് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ 100, 15 സ്ക്വയറും ആഡ് ചെയ്യുക. അപ്പോൾ എത്രയാണ് വരിക? 100 പ്ലസ് 15 225 ഇൻറ്റു എന്തുണ്ടാവും? -10/13 -15/13 ഉണ്ടാവും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 13/325 ഉണ്ടാവും. ഈ 325നെ നമ്മൾ ഇങ്ങനെ എഴുതാം. ബാക്കിയൊക്കെ സെയിം അങ്ങനെ തന്നെ ഉണ്ടാവേ. അതായത് 13 ഇതിനെ സ്ക്വയർ റൂട്ട് ഓഫ് 25 ഇൻറ്റു 13 എഴുതാം. എന്നിട്ട് റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് 25 ഔട്ട്സൈഡ് എടുത്താൽ ഇത് 5 ആവും. ശരിയല്ലേ? ഓക്കെ, ഇത് അങ്ങനെ തന്നെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ വന്നു? 13/5 റൂട്ട് 13 ഇൻറ്റു ദിസ് നമ്പർ എന്താണ്? -10/13 -15/13. ഈ റൂട്ട് 13 ക്യാൻസൽ ചെയ്താൽ ന്യൂമറേറ്ററിൽ. അപ്പോൾ ഇതിന് ഫൈനൽ എന്താ വരിക? റൂട്ട് 13/5 ഇൻറ്റു -10/13 -15/13 എന്ന് വരും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് എല്ലാം ഉള്ളിലേക്ക് എടുത്തിട്ട് എങ്ങനെ എഴുതാം? റൂട്ട് 13 ഇത് ഓരോന്നിൻ്റെ അടുത്തേക്ക് ഉള്ളിലേക്ക് എടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 13/5 ഇൻറ്റു -10/13 ഉണ്ട്, കോമ റൂട്ട് 13/5 ഇൻറ്റു -15/13 ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്യുക. റൂട്ട് 13 ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു റൂട്ട് 13 ഉണ്ടാവും. 10 and 5 ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു 2 ഉണ്ടാവും. ഇവിടെ അതേപോലെ തന്നെ 13 and റൂട്ട് 13 ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു റൂട്ട് 13 ഉണ്ടാവും. 5 and 15 ക്യാൻസൽ ചെയ്താൽ ഇവിടെ ഒരു 3 ഉണ്ടാവും. അപ്പോൾ ബാക്കി എന്താ ഉള്ളത് നോക്കി എഴുതാം. -2/റൂട്ട് 13 ഉണ്ടാവും, പിന്നെ -3/റൂട്ട് 13 ഉണ്ടാവും. ഇതാണ് W2 ചുരുക്കത്തിന്. അപ്പോൾ ഒരു R2ൻ്റെ പ്രോബ്ലം നമ്മൾ പറഞ്ഞു. അപ്പോൾ R3ൻ്റെ പ്രോബ്ലം ഒന്ന് സ്പീഡിൽ പറഞ്ഞു പോവാണ്, ക്ലിയർ ആവാത്ത ആൾക്കാരുടെ ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് B എന്നൊരു സെറ്റ് തന്നിട്ടുണ്ട്. ഇതാണ് അതിലുള്ള എലമെൻറ്റ്സ്. ഇസ് എ ബേസിസ് ഫോർ R3. ട്രാൻസ്ഫോം B ഇൻറ്റു എൻ ഓർത്തോ നോർമൽ ബേസിസ്. അപ്പോൾ B" ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ U1 എന്താണ്, U2 എന്താണ്, U3 R3യിലാണ് തന്നിരിക്കുന്നത്. അപ്പം 3 സ്റ്റെപ്പായിട്ട് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ചൂസ് V1 = U1, എന്നിട്ട് V2 ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് കാണുക. ഇത് നമ്മളൊരു പ്രാവശ്യം പറഞ്ഞതല്ലേ. അപ്പോൾ ഈ ഒരു കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഓരോരുത്തരും ചെയ്തു നോക്കണം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് തന്നത് അത് ചെയ്ത് തന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ കുറച്ചുകൂടി ക്ലിയർ ആവുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്. നമ്മളൊരു പ്രാവശ്യം പറഞ്ഞതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർമുല യൂസ് ചെയ്ത് V2 കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, V3 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല ഇതാണ്. അപ്പോൾ ഈ ഫോർമുല എഴുതി അതിലേക്ക് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് അറിയില്ലാത്ത വാല്യൂസൊക്കെ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുകയാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ കുറേ കാൽക്കുലേഷൻ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. നമ്മൾ ആദ്യം U3.V1 സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഒരു വാല്യൂ കിട്ടിയില്ല, അത് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എളുപ്പമല്ലേ. അതേപോലെ വേണ്ടതൊക്കെ U3.V2, V2.V2, V1.V1 അങ്ങനെ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ഒക്കെ സെപ്പറേറ്റ് ഓരോന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഫൈനലി നമ്മൾ V3ൻ്റെ ഇക്വേഷൻ എഴുതിയിട്ട് ഡയറക്റ്റ് ഇതിൻ്റെ വാല്യൂസ് മാത്രം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാൽക്കുലേഷൻ കുറച്ചും കൂടി സിമ്പിളായിട്ട് വരും. അല്ലെങ്കിൽ ഇതിലൊക്കെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് പിന്നെ സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. ഇതാണ് കുറച്ചും കൂടി എളുപ്പമെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളും ഓക്കെ. അപ്പോൾ V3യുടെ കാൽക്കുലേഷനും നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ്, കിട്ടുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് V3. അപ്പോൾ നമുക്ക് B' കിട്ടി. എന്താണ്? V1, V2, V3 ഓരോന്നും എടുത്തെഴുതാം. നമുക്ക് B" ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. W1 എന്ന് പറഞ്ഞാൽ V1/norm V1, W2 എന്ന് പറയുന്നത് V2/norm V2, W3 എന്ന് പറയുന്നത് V3/norm V3. ഇത് ബുദ്ധിമുട്ടില്ലല്ലോ. നോമും കാൽക്കുലേറ്റ് ചെയ്യാനും അറിയാം, എല്ലാം അറിയാവുന്ന കണ്ടീഷൻസാണ്, ഇക്വേഷൻസാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് എല്ലാം സോൾവ് ചെയ്യാം.
W1, W2, W3. ഏതാണ് W1, W2, W3 ഇതാണ് ഓർത്തോനോർമൽ ബേസിസ്. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത കാര്യങ്ങൾ ഒരു തിയറായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് പ്രൂഫൊന്നുമില്ല. നമ്മൾ എന്താണോ പറഞ്ഞത് എന്താണോ ചെയ്തത് അതിന് ഇൻഫിനിറ്റി കേസിലേക്ക് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഗ്രാം ഷ്മിഡിറ്റ് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ്. ഇപ്പോൾ ബി എന്ന് പറയുന്നത് ഒരു ബേസിസാണ്. ഇവിടെ എം ചെറുതാണ്. എം <= n ആണെങ്കിൽ നമുക്ക് ബി ഡാഷ് എന്നൊരു ബേസിസ് കിട്ടും. ഓക്കെ, എങ്ങനെയാണ്? V1 = U1 ആണ്. V2 കാണാനുള്ള ഫോമുല, V3 കാണാനുള്ളത് എക്സെട്രാ. ഒരു VM കാണാനുള്ള ഫോമുല ഇതായിരിക്കും വരിക. കുഴപ്പമില്ലല്ലോ. mth ടേമിൻ്റെ നമ്മൾ എഴുതിയതാണ്. ഇനി ഇത് ഓർത്തോഗണൽ ബേസിസ് ആണ്. ഓർത്തോഗണൽ ബേസിസ് ഫോർ WM. ഓർത്തോ നോർമൽ ബേസിസ് എങ്ങനെ ഉണ്ടാവുക? ഓരോന്നിൻ്റെയും നോർമൽ ഉണ്ട്. അത് യൂണിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിലുള്ളത്.